അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിന് കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതായ വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് രാത്രി പ്രവേശിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യക്തിപരമായി ഇന്ന് രാത്രി സംസാരിക്കുന്ന രാത്രിയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഈ രണ്ട് വാക്യങ്ങൾ ദയവായി ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ട്. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. എഫേസ്യർ 1:19. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലൂസ് എഫേസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. വായിച്ചാട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:19 കൂടി. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ച ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. വിശ്വസിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പ്രാപിക്കണം എന്ന് പറയുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, ജനത്തിന്റെ ഹൃദയം ഒന്ന് തുറക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവിന്റെ പ്രത്യേകത, അതിന്റെ ശക്തി, അതെന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായി അറിയുമ്പോഴാണ് ഇത് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഒരു കാര്യം കൂടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. ആത്മസ്നാനം ഒരിക്കൽ പ്രാപിക്കുന്നതും ആത്മാവിന്റെ നിറവ് ദിനംതോറും പ്രാപിക്കേണ്ടതുമാണ്. ആത്മസ്നാനം ഒരിക്കലാണ് പ്രാപിക്കുന്നത്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ഈ ദൈവവചനമൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നത്. ഓരോ മെസ്സേജിൻ്റെ അകത്തും ആത്മനിറവ് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രാപിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് അറിയാം ഈ ആത്മാവിന്റെ സാധ്യത, അതിന്റെ ശക്തി, അതിന്റെ പ്രത്യേകത, അത് നിറഞ്ഞാലുണ്ടാകുന്ന ഈ അനുഭവം എന്താണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞാൽ ഇത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാപിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ഇത് അറിയണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആത്മനിറവ് പ്രാപിച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത, ആത്മാവ് നമ്മുടെ ബലഹീനതയെ തുറന്നിൽക്കും. വേണ്ടും വേണം പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ആർക്കറിയത്തില്ല. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ആത്മാവ് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഇങ്ങനെ അനവധി ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞതായിരിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്
ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ചാൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രത്യേകത തീത്തോസിന് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 6, 7, 8 വാക്യം ഒന്ന് വായിച്ചാട്ട്. തീത്തോസ് 3-ാം അധ്യായം 6, 7, 8 വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അപ്പോസ്തലൻ പൗലോസ് തീത്തോസിനോട് പറയുകയാ, തീത്തോസേ, ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോകുന്നത് ക്രേത്തയിലെ സഭയിലെ ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുവാനും ക്രമീകരിക്കുവാനുമാ. അപ്പോസ്തലൻ പൗലോസ് തീത്തോസിനോട് പറയുന്നു, നീ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. അത് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചെന്ത് ചെയ്യണം, അവരോട് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തീത്തോസിനോട് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിത്തീരണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ആത്മാവിന്റെ നവീകരണം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായിരിക്കുന്ന നല്ല പ്രവർത്തികൾ നമ്മിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തു വരും. ഒന്നുകൂടെ ഞാൻ പറയാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് മനുഷ്യന് ഉപകാരപ്രദമായിരിക്കുന്നതും ശുഭവുമായിരിക്കുന്ന നല്ല പ്രവർത്തികൾ ആത്മനിറവ് പ്രാപിച്ചവരിൽ നിന്ന് പുറത്തു വരും. അപ്പൊ നിങ്ങളുടെ സംശയം, ഈ ആത്മനിറവ് പ്രാപിച്ചവർ എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങൾ ഇത് കാണുന്നില്ലല്ലോ. രണ്ട് പത്രോസിന് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പത്രോസ് പറയുന്നത് എന്താണ്? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി. നമ്മെ വിളിച്ചവന്റെ ദിവ്യശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മനിറവ. ഈ ആത്മനിറവ് നമ്മൾ പ്രാപിക്കുമ്പോൾ തന്റെ മഹത്വത്താൽ വീര്യത്താൽ നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവന് ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ജീവനും ഭക്തിക്കും നിന്റെ ആത്മീകവും ഭൗതികവുമായിരിക്കുന്ന സകല വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ദിവ്യശക്തി നിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഭൗതികവും ആത്മീകവുമായ വിഷയത്തിന് വേണ്ടിയത് സകലവും എന്ത് ചെയ്തു? നിനക്ക് പ്രദാനം ചെയ്ത് കഴിഞ്ഞു. ആത്മനിറവ് പ്രാപിച്ചപ്പോൾ നിന്റെ ഭൗതിക വിഷയത്തിനും ആത്മീക വിഷയത്തിനും വേണ്ടതെല്ലാം ആ ദിവ്യശക്തി എന്ത് ചെയ്തു? ദാനമായി എന്ത് ചെയ്തു? നമുക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകി. ഈ ദിവ്യശക്തി നമ്മുടെ അകത്ത് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ,
ആത്മാവിന്റെ നിറവ് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ജീവനും ഭക്തിക്കും വേണ്ടത് കിട്ടി. അടുത്തത് നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. Praise the Lord. അപ്പോൾ ആത്മനിറവ് പ്രാപിച്ചാലുള്ള പ്രത്യേകത എന്താ? ആത്മനിറവ് പ്രാപിച്ചാലുള്ള ഗുണം എന്താ? നമുക്ക് അന്യഭാഷ ലഭിക്കുന്നത് മാത്രമല്ല, ബലഹീനതയ്ക്ക് വേണ്ടി ആത്മാവ് തുണ നിൽക്കുന്നത് മാത്രമല്ല, നമ്മളെ വഴി നടത്തുന്നത് മാത്രമല്ല, നമുക്ക് വേണ്ടത് സകലവും ജീവനും ഭക്തിക്കും ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് മുഴുവനും ആത്മനിറവ് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കത് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തീരുന്നതല്ല, തിരുവെഴുത്ത് പറയുന്നത് അതിമഹത്തായ വിലയേറിയ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് എഫേസോസിൽ വെച്ച് യോഹന്നാന്റെ ശിഷ്യന്മാരെ വിളിച്ച് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രാപിച്ചാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. Praise the Lord. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് വരെ ആത്മനിറവും ആത്മസ്നാനവും പ്രാപിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അതിയായ ആഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് രാത്രിയിൽ അതേ മുൻമഴയുടെ അനുഭവം ഞങ്ങൾക്ക് ഇന്ന് രാത്രി തരണമേ. ആത്മനിറവിന്റെ അനുഭവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകണമേ. ആത്മനിറവ് വന്നാൽ ജീവനും ഭക്തിക്കും വേണ്ടിയത് മാത്രമല്ല, അതിമഹത്വം വിലയേറിയതുമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കുള്ളത് കൊണ്ട്. ആത്മാവിന്റെ നിറവ് നമ്മുടെ അകത്ത് വരുമ്പോൾ സ്വഭാവം മാറും. ആത്മാവിന്റെ നിറവ് അകത്ത് വരുമ്പോൾ സൽപ്രവർത്തികൾക്ക് ഉത്സാഹം. തീത്തോസ് ലേഖനത്തിൽ പറയുന്നു, മനുഷ്യർക്ക് ഉപകാരപ്രദവും ശുഭവുമാകുന്നു. ആത്മനിറവ് പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് കൈ എന്താ പറയുന്നത്, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പുള്ളികളുണ്ട്. ഒരു ഉപകാരം ഒരു മനുഷ്യർ ചെയ്യത്തില്ല. ആത്മനിറവ് പ്രാപിച്ചാൽ ഇങ്ങനെയൊരു വലിയ നമ്മൾ ഇന്ന് വരെ കേട്ടിരിക്കുന്ന മെസ്സേജിൽ നിന്ന് വ്യത്യസ്തമായത്. ആത്മനിറവ് പ്രാപിച്ച കൃപാവരം കിട്ടും, അന്യഭാഷ പറയാൻ പറ്റും, വെളിപ്പാട് കാണാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആത്മനിറവ് പ്രാപിച്ച സ്വഭാവം മാറുമെന്ന് ഇങ്ങനൊരു കാര്യമുണ്ട്. യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി കണ്ട് കർത്താവിന് മഹത്വം കൊടുക്കാനിടയാണ്. നമ്മുടെ പ്രവൃത്തി കണ്ടാൽ പിന്നെ അവൻ മേലെ വിശ്വാസി വരത്തില്ല. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിശ്വാസത്തിൽ വരും? നിങ്ങളുടെ പ്രവൃത്തിയെ കണ്ടിട്ട് അവരെന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. നല്ല പ്രവൃത്തികളിൽ നമ്മൾ ഉത്സാഹമുള്ളവരായി തീരണമെങ്കിൽ ആത്മനിറവ് പ്രാപിക്കണം. ആത്മനിറവ് പ്രാപിച്ചാൽ ആത്മനിറവ് ഉള്ളിൽ വ്യക്തിയെ സംബന്ധിച്ച് സൽപ്രവർത്തികൾക്കുള്ള ഉത്സാഹം ഉണ്ടാകുമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ തന്നെ നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നവീകരണം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായി നല്ല ഫലങ്ങൾ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഫലം ഇന്ന് ഈ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും നോക്കുന്നത് വരവാണ് നോക്കുന്നത്.
ആ ദേവദാസൻ എങ്ങനെയുണ്ട്? ആ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമാകുന്നു, ഭൂതം പുറത്തു പോകുന്നു, പ്രവചനമുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വരം നോക്കി മാർക്കിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നത് ഫലമുള്ള വല്ലവരും ഉണ്ടോ എന്നാണ്. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മനുഷ്യൻ വരം നോക്കുമ്പോൾ സ്വർഗം നോക്കുന്നത് ഫലമാണ്. ഫലമാണ് ദൈവം നോക്കുന്നത്, മനുഷ്യൻ വരമാണ് നോക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കോ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഫലങ്ങളാണ് പുറപ്പെടുന്നത്. ഫലം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. വേദപുസ്തകം പറയുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പരിശുദ്ധാത്മാവിന്റെ നവീകരണം വന്നാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവ്യ സ്വഭാവം. അപ്പോസ്തലൻ പത്രോസ് പറയുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ 2 പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അപ്പോൾ ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചറിലേക്ക് നമ്മൾ വരാൻ ഇടയായി തരുന്നത് ആത്മാവിന്റെ നിറവകത്ത് വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവേ സ്തോത്രം ചെയ്താട്ടെ. ഡിവൈൻ നേച്ചർ ഏതൊക്കെയാണ്? ഡിവൈൻ നേച്ചർ ഒന്ന് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 കൂട്ടം കാര്യങ്ങൾ ആത്മനിറവ് പ്രാപിച്ചവരിൽ നിന്ന് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വേണേ ആരും കാണാതെ ഒന്ന് മടക്കി നോക്കുക നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ നവീകരണം നമ്മിലേക്ക് വന്നാൽ, ആത്മനിറവ് നമ്മിലേക്ക് വന്നാൽ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. ഫലങ്ങളായിരിക്കും നമ്മളിത് പുറത്തു വരുന്നത്. ഈ ഫലം, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താ ഈ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ദിവസം പറയുന്നത് സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്നേഹം ഒന്ന്, ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധ ഉണ്ടാകത്തില്ല, നിഗളമില്ല, ചീർക്കത്തില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു,
എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാ. നമ്മുടെ ഈ ആൾക്കാർക്ക് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. കരങ്ങളിൽ സ്വതന്ത്രം പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാത്തിനും കൂടെ കയറി അങ്ങ് കെട്ടിപ്പിടിച്ചു പറയുന്നത് ഇതാ സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഉള്ളോണ്ടല്ലേ പാസ്റ്ററെ ഈ സഹിക്കുന്നേ? സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ടീഷണലാണ്. ഇഷ്ടം എങ്ങനെയാ വരുന്നത്? നല്ലപോലെ പാട്ടുപാടും, ആ കഴിവിനോടുള്ള താല്പര്യം, നല്ലപോലെ കീബോർഡ് വായിക്കും, അതിനോടുള്ള താല്പര്യം, നല്ല വീട് കണ്ടു അതിനോടുള്ള താല്പര്യം, നല്ല ജോലി ശമ്പളത്തോടുള്ള താല്പര്യം, നല്ല സൗന്ദര്യം അതിനോടുള്ള താല്പര്യം. അപ്പോൾ ഇത് ഓരോന്നും കണ്ടിട്ട് കാണിക്കുന്ന പ്രകടനങ്ങളല്ല സ്നേഹം. ആ കാണിക്കുന്നതിന് പേരാ ഇഷ്ടം. ഇഷ്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിവ് പോകുമ്പോൾ, ജോലി പോകുമ്പോൾ, ശമ്പളം കുറയുമ്പോൾ, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നന്മയില്ലാതാകുമ്പോൾ, ഓരോരോ വീട് വിറ്റ് കഴിയുമ്പോൾ, വീട് കണ്ട് കെട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്നേഹമാണെങ്കിൽ വീടുണ്ടേലും ഇല്ലേലും സ്വത്രം. സ്നേഹം എന്ന് പറയുന്നത് ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. സ്നേഹത്തിന് സ്പർദ്ധയില്ല, സ്നേഹത്തിന് നിഗളമില്ല. പക്ഷേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ജോലി ഉള്ളപ്പോൾ, ശമ്പളമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, നമുക്ക് എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. ചില പറയല്ലേ ഞങ്ങൾ നല്ല ടേംസിലായിരുന്നു, ഇപ്പം അത്ര ടേംസിലല്ല. ടേംസ് പൊളിഞ്ഞത് എവിടെയാണെന്നറിയോ? സംഭവം ഇഷ്ടമായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചു ഇത് സ്നേഹമാണെന്ന്. കരങ്ങളെ ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. സന്തോഷത്തോടെ കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിന്റെ നവീകരണം വരുമ്പോൾ ആത്മാവിന്റെ ഫലം പുറത്തു വരണം, പ്രവൃത്തികൾ. ആത്മാവിന്റെ ഫലത്തിലൊന്നാണ് ഈ സ്നേഹം. സ്നേഹം ആത്മാവിന്റെ ഫലമാണ്. പക്ഷേ റിയൽ ആയിരിക്കുന്ന ഫ്രൂട്ടും ഉണ്ട്, ഫേക്ക് ആയിരിക്കുന്ന ഫ്രൂട്ടും ഉണ്ട്. റിയൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാ. സ്നേഹം എന്ത് ചെയ്യത്തില്ല? ഒരു നാളും ഉതിർന്നു പോകത്തില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹമാണുള്ളതെങ്കിൽ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, ജോലി ഉള്ളപ്പോൾ, മക്കളുള്ളപ്പോൾ, മക്കളില്ലാത്തപ്പോൾ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്നേഹത്തിനൊരു കുറവും വരത്തില്ല. എന്നാൽ ഫേക്ക് ഫ്രൂട്ട് ആണോ? അത് ഇഷ്ടമാണ്. ഇഷ്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോന്ന് ഉള്ളപ്പോൾ കൂടുതൽ താല്പര്യം. ശമ്പളം, നല്ല ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി പൈസ ചിലവാക്കാൻ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ശമ്പളം കുറഞ്ഞപ്പോൾ ചിലവാക്കാൻ കൊടുക്കുന്നു. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്നേഹം കുറഞ്ഞു. നോ, ഇഷ്ടം കുറഞ്ഞു. അപ്പൊ ഇപ്പൊ ആൾക്കാർ ചിന്തിക്കുക, അപ്പം നമുക്കുണ്ടായിരുന്ന ഇഷ്ടമാണോ സ്നേഹമാണോ? സ്നേഹം അത് അൺകണ്ടീഷണലാണ്. റിയൽ ഫ്രൂട്ട് ആണെങ്കിൽ ദോഷം കണക്കിടാതെ,
അനീതിയിൽ സന്തോഷിക്കാതെ, നിഗളിക്കാതെ, സത്യത്തിൽ സന്തോഷിച്ച്, എല്ലാം പൊറുത്ത്, എല്ലാം വിശ്വസിച്ച്, എല്ലാം പ്രത്യാശിച്ച്, എല്ലാം സഹിച്ച്, സ്നേഹം ഒരു നാളും എന്ത് ചെയ്യത്തില്ല. ഇത് നമ്മുടെ കർത്താവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു കർത്താവിൻ്റെത്. നമ്മൾ അഭക്തന്മാരായിരുന്നപ്പോൾ, നമ്മൾ ദോഷികളായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, നമുക്ക് വേണ്ടി തക്ക സമയത്ത് തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തത് കൊണ്ട് അവൻ തൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് വിളിച്ചു പറയട്ടെ, ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആത്മാവിന്റെ നിറവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു രൂപാന്തരം ഉണ്ടാകും. അതിൻ്റെ പേരാണ് ആത്മാവിൻ്റെ ഫലം. കരങ്ങൾ ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്താട്ട്. 2, സ്നേഹം കഴിഞ്ഞ പിന്നെ ഉള്ളത് സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ അതും ഈ ഫേക്ക് സന്തോഷമുണ്ട്, റിയലായിരിക്കുന്ന സന്തോഷമുണ്ട്. ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. ചിലർക്ക് അങ്ങനെയാ. എന്താണെന്നറിയാമോ? കാശ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. ചിലരങ്ങ് സന്തോഷം അഭിനയിക്കും. നമുക്കൊരാളെ അങ്ങ് ഇഷ്ടമില്ല എന്നങ്ങ് വിചാരിക്കുക. നമ്മൾ അങ്ങനെയുള്ളവരല്ല. ഉള്ളതങ്ങ് പറയുന്നതാ. അവർ നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. ഒരു ദിവസം രാവിലെ അവർ വീട്ടിലോട്ട് വരുക, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മളങ്ങ് അഭിനയിക്കും. അച്ഛനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു, ഇപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയതേ ഉള്ളൂ, ഇപ്പം ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛനെ മേലാൽ ചത്താ പോലും കാണരുത് എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ പരിപാടി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഫേക്ക് ഫ്രൂട്ട്, സന്തോഷം നമ്മളെങ്ങനെ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും. ചില പറയല്ലേ, അവൻ എൻ്റെ കണ്ണും വട്ടത്തങ്ങണം വന്നു പോരുതെന്ന്. പക്ഷേ ഈ പുള്ളി നമ്മുടെ മുമ്പിലേക്ക് നമ്മളെ കണ്ടിട്ട് കൈ തരാൻ വന്നാൽ പിന്നെ നമ്മൾ അന്നേരം എന്ത് ചെയ്തു? കൈ കൊടുക്കുമല്ലോ. പിന്നെ ഭയങ്കര 2 കവിളിലും ഉമ്മ കൊടുത്ത് എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞ്, ഞാൻ ഈ പറയുന്നത് മുഴുവനും വെളിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ്, നമ്മളെക്കുറിച്ചല്ല. ഫേക്ക് ഫ്രൂട്ട്. യാക്കോബിന് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. എന്താ പ്രത്യേകത? ദൈവത്തിന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവത്തിന് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഉള്ളപ്പോഴുണ്ടാകുന്നതല്ല സന്തോഷം. ലോട്ടറി അടിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം 5 ലക്ഷം ദിർഹംസിന്റെ ലോട്ടറി അടിച്ചു, ഭയങ്കര ഹാപ്പിയായി. അതല്ല സന്തോഷം. അപ്പോസ്തലൻ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാമത്തെ അധ്യായം 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചാട്ട്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു എബ്രായ ക്രിസ്ത്യാനികളോട്, നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചപ്പോഴും നിങ്ങളുടെ സമ്പത്തിന്റെ അപഹാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ഇതാ ഫലം. ഇത് നമ്മുടെ 200 ദിർഹംസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞേച്ച് റിസൈൻ ലെറ്റർ കൊടുത്ത പുള്ളി എനിക്കറിയാം. 200 കട്ട് ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഇപ്പം 3 ദിവസം ജോലിക്ക് ചെന്നപ്പം അരമണിക്കൂർ ഡിലേ ആയി. അതിന് കട്ട് ചെയ്തതിന് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ?
ക്രിസ്ത്യാനികളായ 1-ാം നൂറ്റാണ്ട് എബ്രായ ക്രിസ്ത്യാനികളുടെ നന്മ യഹൂദന്മാരും റോമാക്കാരും ചേർന്ന് അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ ഈ ഭൂമിയിലെ സമ്പത്ത് നിങ്ങൾ അപഹരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സന്തോഷം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ആ കാര്യമോർത്ത് ഞങ്ങൾ സന്തോഷിക്കുകയാ. ഇൻക്രിമെന്റ് കിട്ടിയില്ലേ സന്തോഷം പോകും ചിലരുടെ. ആത്മാവിന്റെ ഫലം എന്ന സ്നേഹം, സമാധാനം വിട്ടുപോയില്ലേ? ഓക്കെ, അടുത്തത് വരാം. സ്നേഹം, അടുത്ത് സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് ഫേക്കായിട്ട് അഭിനയിക്കുന്ന സന്തോഷമുണ്ട്, റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സന്തോഷമുണ്ട്. എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം നിങ്ങൾ നിലനിൽക്കുന്ന സ്വർഗത്തിലുള്ള പ്രതിഫലത്തെ കണ്ടിട്ട് അതിനെ സന്തോഷത്തോടെ സഹിച്ചു. അത് ഒരു ഫലമാണ്. സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ എന്ന് പറയുമ്പോൾ ആത്മാവ് നൽകുന്ന ഫലമായ സന്തോഷമാണെന്നുണ്ടെങ്കിൽ എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് പാട്ടുപാടാൻ പറ്റും. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പക്ഷേ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നതാണ് വലിയ കാര്യം. ദൈവത്തിന്റെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസും ശീലാസും അവരൊരു ദിവസം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വെളിച്ചപ്പാടത്തിയായി ദർശനം പറയുന്ന ഒരു സഹോദരി ഇവരുടെ നേരെ വന്നു. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് ദിനം പ്രതി ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലൻ പൗലോസ് ആ സ്ത്രീയിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ ശാസിച്ചു. ഭൂതം പോയി. ഇവളിൽ കൂടി കാശുണ്ടാക്കുന്ന യജമാനന്മാര് ഇവർക്കെതിരെ ആരോപണവുമായി വന്നു. ഇവർ ഉന്നയിച്ച ആരോപണം എന്താണെന്നറിയാമോ? റോമക്കാരായ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിശ്വാസമാർഗം പ്രചരിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്തു. അധ്യക്ഷന്മാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ആദ്യം തന്നെ വസ്ത്രം അഴിച്ചു മാറ്റി, കോലുകൊണ്ട് അടിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിനകത്തേക്കിട്ടു. തിരുവെഴുത്ത് പറയുന്നത്, കാലുകൾ ആമത്തിൽ, കൈകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. അർദ്ധരാത്രിയായപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ അകത്ത് സന്തോഷമുള്ളവനെ പാടാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ആത്മാവിന്റെ ഫലമാണ് സന്തോഷമെങ്കിൽ ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ വെളിപ്പെടുന്നതല്ല സന്തോഷം. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ വസ്ത്രാക്ഷേപം നടത്തി അടിച്ചു ഉടച്ചു, കാരാഗ്രഹത്തിനകത്തിട്ടു, കയ്യും കാലും ചങ്ങലക്കിട്ടു, ആകെ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും അകത്തളത്തി പാട്ടുപാടുന്നു എങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രതിസന്ധി വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, പ്രതികൂലം വരട്ടെ, അവയൊക്കെ വന്നാലും എന്റെ അകത്തുള്ളതായിരിക്കുന്ന സന്തോഷത്തെ തള്ളിക്കെടുത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിന്റെ നവീകരണം എന്റെ അകത്തുള്ളത് കൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ ഈ ഫ്രൂട്ട് എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നത്, സമ്പത്തുകളുടെ അപഹാരം പോലും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. മോട്ടിക്കാൻ വന്നതുകൊണ്ട് പറയാണ്, ബാക്കിയുടെ കൊണ്ടുവെക്കോ, നീ ഇത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഉത്തമമായ ഒരു സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞുകൊണ്ട് ഈ അപഹാരവും ഞങ്ങൾ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? സഹിക്കുന്നു. ആത്മാവിന്റെ നിറവ് പ്രാപിച്ചാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, ഉപദേശിക്കും, വെളിപ്പാടും ദൂതും അന്യഭാഷയും മാത്രമല്ല, ഒരു ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം. ദിവ്യ സ്വഭാവത്തിന് പ്രത്യേകത ആത്മാവിന്റെ ഫലം. 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം. വായിച്ചാട്ട് സമാധാനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ.
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനം തന്നിരിക്കുന്നുണ്ട്. ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തെ ഓവർകം ചെയ്യുന്ന ഒരു വലിയ ശാന്തതയും സമാധാനവും ദൈവം നൽകും. തിരുവെഴുത്ത് നമ്മൾ വായിച്ചാൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകി വെച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്നത് പോലെ അല്ല. ഈ ലോകം തരുന്ന സമാധാനമൊക്കെ നൈമിഷികമാണ്. പക്ഷേ യേശു തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന് തരാൻ പറ്റാത്ത ഒരു സമാധാനമാണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത്. യേശു കർത്താവ് നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രശ്നത്തിന് മുൻപിലും, ഏത് പ്രതികൂലത്തിന് മുൻപിലും, ഏത് ബുദ്ധിമുട്ടിൻ്റെ മുൻപിലും യേശു ക്രിസ്തു നല്ല സമാധാനമുള്ള. ഒരിടത്ത് പോലും യേശു ക്രിസ്തുവിൻ്റെ സമാധാനം പോയിട്ടില്ല. പക്ഷെ യേശുവിൻ്റെ കൂടെ നിന്ന സകല പുള്ളികളുടെ സമാധാനം പോയിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെ നിന്ന സകല ശിഷ്യന്മാരും സമാധാനം കളഞ്ഞ് അവരാകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും യേശു തൻ്റെ സമാധാനം താൻ കൈവച്ചു, തൻ്റെ സമാധാനം താൻ സൂക്ഷിച്ചു. യേശു പറയുന്നത്, ആ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. യേശു കൊടുക്കുന്ന സമാധാനത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ റോമൻ പടയാളികളും യഹൂദാ മത പുരോഹിതന്മാരും പരീശന്മാരും രാത്രിയിൽ നേരെ ഗത്സമനിലേക്ക് വരികയാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുരുഷാരം തന്നെ തിരക്കി വരുന്നത് കണ്ട് യേശു അങ്ങോട്ട് ചെന്നു. യേശു അങ്ങോട്ട് ചെന്നു. നമ്മളാണ് പിടിക്കാൻ വരുന്നത്, ഞാൻ എവിടെ മുങ്ങാമെന്നുള്ളത്. യേശു ചെയ്യൂ, ആരെയാ തിരക്കുന്നത്? നസ്രയനാണോ? ഞാനാ. യേശുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്യുകയും പത്രോസ് തൻ്റെ ഉറയിൽ കിടന്ന വാൾ ഊരി ഒരു പടയാളിയുടെ കഴുത്തിന് വെട്ടി അവൻ്റെ ചെവി എന്ത് ചെയ്തു? താഴെ പോയി. ഈ വലിയ ബഹളത്തിൻ്റെ ഇടയ്ക്ക് പത്രോസാ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ യേശുവിൻ്റെ സമാധാനം, യേശു അവരോട് പറഞ്ഞത്, ഒരു മിനിറ്റ് ആ കാലെടുത്ത് അവനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പത്രോസിനെ വഴക്ക് പറഞ്ഞു. പത്രോസിനോട് പറഞ്ഞെന്നറിയോ? പത്രോസേ, വാളുറയിലിട. വാളെടുക്കുന്നവൻ വാളാലെന്ന് നിനക്കറിയത്തില്ലേ? വാളുറയിലിട എന്ന് പറഞ്ഞ് ആ പടയാളിയുടെ കാത് തൊട്ട് സൗഖ്യമാക്കിയിട്ടാണ് യേശു അവരോട് പോയത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നവനാ എന്ന വെട്ടട പത്രോസെ നല്ല പറഞ്ഞത്. ലോകത്തിൻ്റെ അണികൾ മുഴുവൻ തനിക്ക് ദോഷം ചെയ്യാൻ വരുന്നവനുണ്ടെങ്കിൽ അവനെ കളഞ്ഞേക്കാൻ പറയുമ്പോൾ യേശു പറയുന്നത്, എടാ, ഇതുകൊണ്ടൊന്നും എൻ്റെ സമാധാനം കളയാൻ പറ്റത്തില്ല, ഇതുകൊണ്ടൊന്നും എൻ്റെ സ്വസ്ഥത തകർക്കാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, അത് എൻ്റെ സമാധാനം, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് യേശുവിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ശിഷ്യന്മാരും കൂടെ നേരെ അക്കരയ്ക്ക് പോവുക. പോകുന്ന സമയത്ത് വലിയ കാറ്റ്, കൊടുങ്കാറ്റ് വീശി അടയ്ക്കുന്നു. തിരമാലകൾ ഉയർന്നു വരുന്നു.
ഈ പടകിൽ കടന്ന് ശിഷ്യന്മാരെല്ലാം അയ്യം വിളിക്കുക, നാഥ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങൾ ഇവിടെ കിടന്ന് നശിക്കുന്നതിൽ നിനക്കൊരു ദുഃഖവും ഇല്ലേ എന്ന് ചോദിച്ച് ഇവർ നിലവിളിക്കുന്ന സമയത്ത് ഈ പടകിൻ്റെ അകത്ത് യേശു തലയണ വെച്ചുറങ്ങുക. ഒരു പടകിനകത്ത് രണ്ട് വിഭാഗം. ചില പുള്ളികളെ നോക്കിക്കേ, ചില പ്രശ്നത്തിൻ്റെ അകത്ത് കടന്ന് ചില വീടിനകത്ത് ചിലത് നിലവിളിക്കുമ്പോൾ ആ പ്രശ്നത്തിന് മുമ്പിലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിഞ്ഞോ, ദൈവ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പ്രശ്നത്തിന്റെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം അത് നിങ്ങൾക്ക് നൽകി വെച്ചു പോകുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കുമ്പോൾ ഇത് മുങ്ങാൻ പോകുകയാണെന്ന് തോന്നും, ഇത് താഴാൻ പോവുകയാണെന്ന് തോന്നും, ഇതോടെ തകരാൻ പോകുകയാണെന്ന് തോന്നും. അത് കണ്ടിട്ട് സമാധാനം പോകുന്നവരുണ്ടോ? ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമം വിളിച്ച് നിന്നെ വിടുവിക്കാൻ കഴിയുന്ന, നിന്നെ സഹായിക്കാൻ കഴിയുന്ന, നിന്റെ കണ്ണുനീര് തുളയ്ക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവന്റെ പേർ യേശു എന്നാണ്. Praise the Lord. യേശു കർത്താവ് ഈ പടകിൽ മുങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിക്കുമ്പോഴും യേശു സുഖമായി ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ യേശുവിനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ മുങ്ങാൻ പോവുകയാ, പടക് മുങ്ങാൻ പോവുകയാ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് യാതൊരു ആവലാതിയുമില്ല എന്ന് ചോദിക്കുമ്പോൾ യേശു ആ കാറ്റിനെ ശാസിച്ചു എങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, പ്രതികൂലത്തിന് മധ്യത്തിൽ സമാധാനം കളയുന്നതല്ല ദൈവികം, പ്രതികൂലത്തിന് മധ്യത്തിൽ സ്വസ്ഥത കളഞ്ഞ് നടക്കുന്നതല്ല ആത്മീകം. ആത്മാവിന് നവീകരണം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, പ്രതികൂലത്തിന് മധ്യത്തിൽ യേശു പടകിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചതുപോലെ അധികാരത്തോടെ കൽപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിനക്ക് വിരോധമായി പൊങ്ങി വരുന്ന പ്രശ്നത്തെ നോക്കി ഇന്ന് രാത്രി പ്രവചിച്ചു പറ, യേശുവിൻ നാമത്തിൽ തിരമാലയ്ക്ക് സമമായി അതെ പൊങ്ങി വരുന്ന പ്രശ്നമേ താഴെ. റമന ഹദുരമന ഗടഗല ഗടഗ സന്ദല ഉടമന ഗടഗ സന്ദലാദന പൗഡമന അർത്തൽ മൗഡേ രഗന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതരങ്ങളെ ചലിപ്പിക്കുക. അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് രാത്രി ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനം ചില വീടുകളിലേക്ക്, ചില വ്യക്തികളിലേക്ക്, അവരുടെ വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രി റിലീസ് ചെയ്യുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ട വിഷയത്തിന് മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാ. പ്രശ്നങ്ങൾ അടങ്ങട്ടെ, വിഷയങ്ങൾ അടങ്ങട്ടെ, പ്രതിസന്ധികൾ അവസാനിക്കട്ടെ. മർദ്ദരാജന തുരമന ഘടകല ഘടക സന്ദലാദന ദിവ്യ സ്വഭാവത്തിന്റെ അവകാശികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ആത്മാവിന്റെ ഫലം 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം. സമാധാനം ഉണ്ടല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഹേരോദാവ് രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഹേരോദാവിന്റെ ആ നടപടി യഹൂദന്മാർക്ക് വലിയ സന്തോഷമായി എന്ന് ഹേരോദാവ് പറഞ്ഞപ്പോൾ 2ാമത്തെ എര പത്രോസിനെ പിടിച്ചു കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ഇട്ടു. പത്രോസ് അപ്പോസ്തലൻ
16 പടയാളികളുടെ മധ്യത്തിൽ അറസ്റ്റ് ചെയ്ത് സെല്ലിനകത്ത. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് പെസഹായുടെ പിറ്റേ ദിവസം ജനത്തിന് മുമ്പിൽ പത്രോസിനെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ ദിവസം രാത്രിയിൽ വേദവസം പറയുന്നത് എന്താണെന്നറിയാമോ? നാളെ ഹേരോദാവ് ജനത്തിനു മുമ്പിൽ പത്രോസിനെ നിർത്തും, പരസ്യമായി തലവെട്ടാൻ പോവുക. വേദവസവും പറയുന്നത് തന്റെ ജീവിതത്തിൽ 2 പടയാളികളുടെ മധ്യത്തിൽ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പത്രോസ് അന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങി. അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിനോട് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഉറങ്ങാൻ പറ്റുന്നത് ഒരു കൃപയാ. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഉറങ്ങാൻ പറ്റുന്നത് ഒരു കൃപയാ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഉറങ്ങാൻ പറ്റുന്നത് ഒരു കൃപയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എല്ലാം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്നതല്ല ക്രിസ്തീയ സമാധാനം എന്ന് പറയുന്നത്. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, എല്ലാ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഉറങ്ങാൻ കഴിയുന്നത്, അതിന്റെ പേരാ സമാധാനം. വേദവസം പറയുന്നത് എന്താണെന്നറിയാമോ? ഹേരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ മധ്യത്തിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. 16 പടയാളികൾ 2 ചങ്ങലയാ ബന്ധിച്ചു. അതെന്താ പത്രോസിനെ ഒന്നുകൊണ്ട് ബന്ധിച്ചാ പോരെ? ഒരു മനുഷ്യനെ സൂക്ഷിക്കാൻ 16 പടയാളി വേണോ? ഇവർക്കൊരു കാര്യം അറിയാം. ഇവരുടെ നേതാവായിരിക്കുന്ന യേശുവിനെ ക്രൂശിച്ച് കൊന്നിട്ട് ക്രൂശിച്ച് കൊന്നിട്ട് കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ആ കല്ലറയുടെ മുമ്പിൽ കാവൽ നിർത്തി വലിയ കല്ലുരുട്ടി വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പതിപ്പിച്ചു. പക്ഷേ ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ തകർത്ത്, പാതാളത്തെ തകർത്ത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യപരമായി യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു. ആ യേശു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. അതുകൊണ്ട് ഇവർക്കറിയാം, അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരുപക്ഷെ ഒരു ചങ്ങലയ്ക്കകത്തിട്ടാൽ ഇവൻ രക്ഷപ്പെട്ടാൽ 2 ചങ്ങലയ്ക്കകത്ത് കിടക്കട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സാധ്യതയില്ല എന്ന് ലോകവിധി എഴുതിയ ഏത് വിഷയത്തിന് മധ്യത്തിലാണോ ഇന്ന് നീ ആയിരിക്കുന്നത്, ആ സാധ്യതകളെ അസാധ്യതകളെ സാധ്യമാക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് മതിയായവനാ. ഇന്ന് രാത്രി നീ ഫേസ് ചെയ്യുന്ന പ്രശ്നം എത്ര വലുതാകട്ടെ, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാകട്ടെ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, യേശുവിന് നിന്നെ സഹായിക്കാൻ പറ്റും. എന്താ സംഭവിച്ചത്? 7-ാമത്തെ വാക്യം വായിച്ചേ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. പത്രോസിനെ ദൂതൻ എന്ത് ചെയ്തു? തട്ടി എഴുന്നേൽപ്പിച്ചു. മയക്കമല്ല, നല്ല ഡീപ് സ്ലീപ്പാ. പത്രോസ് പോലും ഞെട്ടിപ്പോയി. പത്രോസ് വിചാരിച്ച താൻ എന്തോ സ്വപ്നം കാണുക. പത്രോസ് വിചാരിച്ച അങ്ങനെയാ, സ്വപ്നം കാണുക. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു നിരൂപിച്ചു. പത്രോസ് വിചാരിച്ചത് രാത്രി ഉറക്കത്തിനകത്ത് വല്ലോ വെളിപ്പാടും കാണുകയാണെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവിക സമാധാനം എന്ന് പറയുന്നത് ലോകത്തിന് തരുവാൻ കഴിയാത്തതാ, ഒരു സാഹചര്യത്തിന് മാറ്റാൻ കഴിയാത്തതാ. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനമല്ല ദൈവിക സമാധാനം എന്ന് പറയുന്നത്. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, എല്ലാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നതാണ് ദൈവിക സമാധാനം.
ആത്മാവിന്റെ നവീകരണം നിന്റെ അകത്ത് വരുമ്പോൾ, ആത്മാവിന്റെ നിറവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ വെളിപ്പെടുന്ന ഒരു ദിവ്യ സ്വഭാവമാണ് സന്തോഷം, സമാധാനം, സ്നേഹം. ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഇന്ന് രാത്രിയിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലേലും, ശമ്പളം ഉണ്ടെങ്കിലും ഇല്ലേലും, ഇവിടുന്ന് എന്ത് തീരുമാനം അധികാരിക വർഗം എടുത്താലും എനിക്കൊരു കാര്യം അറിയാം, എന്റെ സമാധാനം